ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചായക്കടയിലൊക്കെ സാധാരണ നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന ബേക്കറി ഐറ്റമായ വെട്ട് കേക്കിൻ്റെയാണ് കേട്ടോ. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെട്ട് കേക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ 2 കപ്പ് മൈദയുടെ അളവുകളാണ് ബാക്കിയുള്ളതെല്ലാം പറയുന്നത്. അപ്പോൾ ഞാൻ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദയ്ക്ക് 1/2 കപ്പ് റവയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. വറുത്തതായാലും വറുക്കാത്തതായാലും ഒന്നും കുഴപ്പമില്ല, ഏതാണെങ്കിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം, 1/4 ടീസ്പൂണിൻ്റെ അത്രയും ഇല്ല, അതിലും കുറവായിട്ട് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ഇതിലും ഒരുപാട് നിങ്ങൾ കൂട്ടിയെടുക്കാനായിട്ട് നിൽക്കരുത്, അത്രയും മതിയാകും. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. നമ്മൾ ചേർത്തിട്ടുള്ള ബേക്കിംഗ് സോഡയും ഉപ്പും ഒക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഏകദേശം ഒരു 1/4 കപ്പോളം പഞ്ചസാരയാണ് കേട്ടോ. നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പഞ്ചസാര പൊടിക്കുന്ന സമയം തന്നെ നമുക്കിതിലേക്ക് ഇതിൻ്റെ ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 6 ഏലക്കായാണ് കേട്ടോ ചേർത്തിട്ടുണ്ടായിരുന്നത്, അത്രയും മതിയാകും. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ടൊരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേറെ കളർ എന്തെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കേണ്ട കാര്യമാണ് മുട്ട. ഞാൻ ഈ ഒരു 2 കപ്പ് മൈദയുടെ അളവിലേക്ക് ഒരു മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു കറക്റ്റായിട്ടുള്ളൊരു അളവാണ് കേട്ടോ. നല്ലൊരു ഫ്ലഫിനെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് നമ്മളൊരു മുട്ട കേക്ക് എന്നും പറയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഞാനിപ്പോൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതാ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായ മൈദയുടെ മിക്സിലേക്ക് 1 ടീസ്പൂൺ നിറയെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ വെട്ട് കേക്കിന്. ഇനി ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് പാലും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് വേണമെന്നുള്ളത് നമ്മൾ കുഴച്ചെടുക്കുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഞാനിതാ ഈ ഒരു മിക്സിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ള നെയ്യുണ്ടല്ലോ അത് നല്ലപോലെ കൈവച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മുട്ടയും പഞ്ചസാരൻ്റെയും മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. കാരണം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പാൽ ഈ ഒരു സമയത്ത് ചേർക്കേണ്ട. നമ്മൾ ഈ ഒരു പഞ്ചസാര മുട്ടൻ്റെ മിക്സ് ഇതിലേക്ക് കമ്പൈൻ ആക്കിയതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതാ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പാലിൽ നിന്ന് 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അത് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ച് വെക്കുക. എന്നിട്ടും പാൽ, അതായത് നമുക്ക് കുഴച്ചെടുക്കാൻ പാകത്തിലായിട്ടില്ലെങ്കിൽ മാത്രം ബാക്കിയുള്ള പാൽ ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് കുഴച്ചെടുത്ത പാത്രത്തിലേക്ക് ഞാനൊരു ഇത്തിരി ഓയിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇത്തിരി നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കാരണം എന്താണെന്നറിയാം, നമ്മൾ ഇതിലേക്ക് മൈദൻ്റെ കൂടെ റവയും കൂടി ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊന്നും നല്ല പോലെ ഒന്ന് കുതിർന്ന് വരുന്നൊരു സമയം വരെ ഒന്ന് വെച്ചാൽ മതി. ഒരുപാട് ടൈമൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് വെച്ചാൽ മതിയാകും. അപ്പോഴേക്കും തന്നെ നമ്മുടെ ഈ ഒരു മാവ് നല്ല രീതിയിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ടാകും. ഏറി വന്നാൽ 1 മണിക്കൂർ വരെയൊക്കെ വെക്കട്ടെ, അതിൽ കൂടുതലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 3/4 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഇനി. അപ്പോൾ ഞാൻ അതിന് ശേഷം നമ്മുടെ മാവ് നല്ല പോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും. ഇനി ഒന്നും കൂടി ഒന്ന് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പ്രസ്സാക്കിയിട്ട് കുഴച്ച് കൊടുക്കുകയാണ് ഞാൻ. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു മാവിനെ നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി അവിടെ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ കുഴൽ വെച്ചൊന്നും പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. കൈ വെച്ചിട്ട് തന്നെ ഈ ഒരു രീതിയിൽ ചെറിയ തോതിലൊന്ന് പ്രസ്സാക്കി എടുക്കുകയാണ് ചെയ്യണത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കട്ടിയിൽ, അതായത് തിക്കായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു മാവ് ഇരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കുറച്ചൊന്ന് കട്ടിക്ക് തന്നെ ഈ രീതിയിൽ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം, പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ടുണ്ടല്ലോ നമുക്ക് ഈ ഒരു സ്ക്വയർ ഷേപ്പിലാക്കിയിട്ട് എടുക്കാം കേട്ടോ. 4 ഭാഗത്തും ഈ ഒരു രീതിയിൽ സ്ക്വയർ ഷേപ്പിലാക്കിയിട്ട് കൈ വെച്ചിട്ട് തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ.
അപ്പോൾ അതാ ഞാൻ നല്ലപോലെ തന്നെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു 2 കപ്പ് മൈദ വെച്ച് ചെയ്തിട്ടുള്ളതിൽ നിന്നും ഏകദേശം 9 പീസാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു തിക്നെസ് എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് നിങ്ങൾ ഒരുപാട് നൈസാക്കിയിട്ട് പരത്താനേ നിൽക്കരുത്. അപ്പോൾ ഇത്രയും കട്ടിക്ക് തന്നെയാണ് കേട്ടോ പരത്തിയെടുക്കേണ്ടത്. ഇനി ഉണ്ടല്ലോ ഈ ഒരു അറ്റത്തുള്ള ഷേപ്പ് ഇല്ലാത്തതൊക്കെ എടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു സ്ക്വയർ ഷേപ്പ് ആക്കിയിട്ട് കൈ വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താലും മതിയാകും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഇത്രയും വേണം കേട്ടോ. ഇതിലും കൂടുതൽ നൈസാക്കിയിട്ട് പരത്താനേ നിൽക്കരുത്. അപ്പോൾ ഇതാ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വെട്ട് കേക്കാണല്ലോ. അപ്പോൾ അതിന് സെൻറ്ററിൽ നമുക്ക് ചെറിയൊരു ഈ ഒരു രീതിയിൽ വെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലുണ്ടല്ലോ ഒരു ഭാഗത്ത് മാത്രം ഇട്ട് കൊടുത്താലും മതിയാകും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 ഭാഗത്തും ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളിത് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ നല്ലൊരു പൂവിൻ്റെ ഷേപ്പിലായിട്ട് വരും കേട്ടോ. ഇത് അപ്പോൾ കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പൊക്കെ തികച്ചും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഒരൊറ്റ വെട്ടാക്കിയിട്ട് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കട്ട് ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ കട്ട് ചെയ്യുന്ന ഭാഗത്ത് ഇത് നിങ്ങൾക്ക് നല്ല നീളത്തിലാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് സെൻറ്ററിൽ ഒരു വെട്ടിട്ട് കൊടുത്താലും മതിയാകും. അങ്ങനെ ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങളുണ്ടല്ലോ ഓയിലിൻ്റെ ചൂട് നല്ല പോലെ, അതായത് ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു വെട്ട് കേക്ക് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അതിനിട്ട് ഓയിലിൻ്റെ ചൂടൊന്ന് ബാലൻസ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ ഞാൻ അടുത്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു സമയത്ത് വീഡിയോ എഡിറ്റ് ചെയ്യാതെയാണ് കേട്ടോ, സ്പീഡാക്കാതെയാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കാരണം ഈ ഒരു അതായത് നമ്മൾ ഓയിലിലേക്ക് ഇടുന്ന സമയത്ത് ഒരുപാട് ചൂടുണ്ടാവാൻ പാടില്ല. സാവധാനം അത് എണ്ണയിൽ കിടന്നിട്ട് ഫ്രൈ ആയിട്ട് വരണം. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല കട്ടിയിലാണല്ലോ നമ്മളിത് പരത്തിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടാൻ കുറച്ചധികം ടൈം എടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഒന്ന് മാത്രമായിട്ട് കാണിക്കുന്നതും നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഇപ്പോൾ ഈ ഒരു ഭാഗം നല്ല പോലെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചും തിരിച്ചു വിട്ടിട്ട് ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കണം കേട്ടോ. പെട്ടെന്ന് അതായത് മുകൾ ഭാഗത്തെ കളറ് മാറിയണല്ലോ ഉള്ളു വെന്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയേ ചെയ്യരുത്. കാരണം ഉൾഭാഗം വെന്ത് കിട്ടൂല. അതേപോലെ തന്നെ ഫ്ലെയിമിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാൻ പാടില്ല. അത് ശ്രദ്ധിക്കുക. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും, ഉള്ളറ്റം വെന്തും കിട്ടൂല. അപ്പോൾ അതൊന്ന് നല്ലോണം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതാ നല്ല അടിപൊളി ഷേപ്പിലായി തന്നെ വന്നിട്ടുണ്ടല്ലോ നമ്മുടെ വെട്ട് കേക്ക്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ? അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതായത് ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കേക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. ഒരുപാട് എണ്ണ ഒന്നും കുടിക്കില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എണ്ണ കുടിക്കുകയൊന്നും ചെയ്യൂല. ഇത് നമ്മൾ എണ്ണയിൽ നിന്ന് നല്ലോണം ഒന്ന് ഊറ്റിയെടുത്താൽ മതിയാകും. നല്ല പൂവിൻ്റെ ഷേപ്പിലൊക്കെ ആയി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ വെട്ടിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇട്ട് കിട്ടുക. അപ്പോൾ ബാക്കിയുള്ളതും അതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഓയിൽ നമ്മൾ ഓരോ പ്രാവശ്യം ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തും ഓയിലിൻ്റെ ചൂട് നല്ലോണം ഒന്ന് കരുതണം കേട്ടോ. ഒരുപാട് ചൂടായി പോയിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, സ്റ്റൗ ഓഫാക്കിയിട്ട് ഓയിലിൻ്റെ ചൂടൊന്ന് കുറച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. അല്ലാന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് മുഴുവനും വേസ്റ്റായി പോകും കേട്ടോ. അപ്പോൾ അതൊന്ന് നല്ലോണം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഞാൻ രണ്ടാമത്തത് ഇട്ട് കൊടുത്തത് അതും നല്ലപോലെ തന്നെ തിരിച്ചു മറിച്ച് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ അതേപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ വെട്ട് കേക്കും റെഡിയായി വന്നിട്ടുണ്ട്. നല്ല കളറൊക്കെ ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ളത്, പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കും. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ് കേട്ടോ. നമ്മളൊരു ടീസ്പൂൺ നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ടില്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റൊക്കെ എന്തായാലും എന്താ പറയുക ഈ ഒരു വെട്ട് കേക്കിനുണ്ടാകും. ഒരിക്കലും ഫ്ലോപ്പായി പോകില്ല കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതാ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിൽ വെട്ട് കേക്ക് ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോ കാണുന്ന സമയം തന്നെ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത തന്നെ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.